നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും ആരംഭിക്കുന്നു. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശിക പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഇതുമൂലം ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് അടിയന്തര പ്രമേയത്തിന് എം വിൻസെൻ്റ് MLA നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, സഭ പ്രക്ഷുബ്ധമാകാനുള്ള കാര്യങ്ങൾ വല്ലതുമുണ്ടോ, അതോ സമാധാനപരമായി സഭ മുന്നോട്ട് പോകുമോ? ഇന്ന് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തെങ്കിലും പല ക്ഷേമനിധി പെൻഷനുകളും ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അംശാദായം അടച്ച് ലഭിക്കുന്ന ക്ഷേമനിധി പെൻഷനുകൾ. ഈ വിഷയമായിരിക്കും ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ സാധ്യത. എം വിൻസെൻ്റ് MLA ആയിരിക്കും ഇതിന് നോട്ടീസ് നൽകാൻ സാധ്യതയുള്ളത്. അതേസമയം ചോദ്യോത്തര വേളയിൽ വിവിധ വിഷയങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കപ്പെടും. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വയലബിലിറ്റി ക്യാപ് ഫണ്ട്, അതിൽ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെയുള്ള സർക്കാർ നയങ്ങൾ, ഒപ്പം മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടി നൽകൽ, അതിൽ വൈദ്യുത മന്ത്രിയുടെ നിലപാട് എന്നിവയെല്ലാം ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കപ്പെടും. അതേസമയം സഭയിൽ ഉച്ചയ്ക്ക് ശേഷമെല്ലാം ഈ ധനാഭ്യർത്ഥന ബില്ലിനുള്ള തുടർ ചർച്ചകൾ തുടരുകയും ചെയ്യും. ഈ അതായത് 13, 14 തീയതികളിൽ സഭ അവധിയാണ്. അല്ലെങ്കിൽ ബാക്കി എല്ലാ ദിവസവും സഭ തുടർന്ന് മുന്നോട്ട് പോകും. ഇന്ന്, നാളെ, മറ്റന്നാൾ, അതായത് 12-ാം തീയതി വരെയാണ് സഭ തുടർച്ചയായി ചേരുന്നത്. അതിനുശേഷം 13, 14, 15, 16 ദിവസങ്ങളിൽ അവധിയാണ്. ശനി, ഞായർ ഉൾപ്പെടെയാണ് 16 വരെ. അതിനുശേഷം 17-ാം തീയതി വീണ്ടും സഭ ചേരും. 20-ാം തീയതി സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ 2ാം ഭാഗം വീണ്ടും സഭയിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണർ അതിന് മുൻകൂർ അനുമതി നൽകിയിരുന്നു. അതിനുശേഷം 23-ാം തീയതി സർവകലാശാല 2 ബില്ലുകൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അത് നിയമസഭയിൽ എത്തിച്ച് പാസ്സാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.